ഈ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്നവരാ നമ്മളൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല പോകുന്നതെന്ന് വിചാരിച്ചിട്ട് നിരാശരായി പോവുകയാണ് നമ്മളിൽ പലരും. എത്രയോ ആളുകൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചിലരങ്ങ് വിചാരിക്കും, ഓ എത്ര കഷ്ടപ്പാടുള്ള ജോലിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജോലിയുണ്ടല്ലോ, അത് ഒരു തൊഴിലില്ലാത്തവന്റെ സ്വപ്നമാണ്. നമ്മുടെ വീട്ടിൽ ഓടിക്കളിക്കുന്ന മക്കളുണ്ടല്ലോ, അത് കുട്ടികളില്ലാത്തവരുടെ സ്വപ്നമാണ്. നമുക്ക് കുടുംബമുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാവരുമുണ്ട്. അതൊക്കെ ഒരു അനാഥന്റെ സ്വപ്നമാണ്. ഒരു കുഞ്ഞു വീട്ടിലാണ് നമ്മളൊക്കെ കഴിയുന്നത്, അതൊരു വീടില്ലാത്തവന്റെ സ്വപ്നമാണ്. നമുക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട്, അതൊരു രോഗിയുടെ സ്വപ്നമാണ്. നമ്മുടെ ഈ കണ്ണുകളുണ്ടല്ലോ, അതൊരു അന്ധന്റെ സ്വപ്നമാണെന്ന്. നമ്മളൊക്കെ കേൾക്കുന്ന ഈ ശബ്ദമുണ്ടല്ലോ, അതൊരു ബധിരന്റെ സ്വപ്നമാണെന്ന്. നമ്മളീ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതൊരു മൂകന്റെ സ്വപ്നമാണ്. നമ്മളൊക്കെ കൈ കെട്ടിയിരിക്കുന്ന ഈ വാച്ചുണ്ടല്ലോ, അതൊരു കൈയില്ലാത്തവന്റെ സ്വപ്നമാണ്. നമ്മളിടുന്ന ഈ ചെരുപ്പുണ്ടല്ലോ, അതൊരു കാലില്ലാത്തവന്റെ സ്വപ്നമാണെന്ന്. നമ്മൾ പാഴാക്കി കളയുന്ന ഭക്ഷണമുണ്ടല്ലോ, അത് വിശക്കുന്നവന്റെ സ്വപ്നമാണെന്ന്. നമുക്ക് ഒരുപാട് ഡിഗ്രികളുണ്ട്, അത് പഠിപ്പില്ലാത്തവന്റെ സ്വപ്നമാണ്. നമുക്കൊക്കെ സഞ്ചരിക്കാൻ സ്വന്തമായി വണ്ടിയുണ്ട്, അതൊരു സൈക്കിൾ പോലും ഇല്ലാത്തവന്റെ സ്വപ്നമാണ്. നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്, അത് കരയുന്നവന്റെയും അസ്വസ്ഥന്റെയും സമാധാനം നഷ്ടപ്പെട്ടവന്റെയും ഒക്കെ സ്വപ്നമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന അധികാരവും അഭിമാനവും പരിഗണനയും അംഗീകാരവും സ്വീകാര്യതയും മേൽവിലാസവും പ്രശസ്തിയും ഒക്കെ ഉണ്ടല്ലോ, അത് ഒരു സ്ഥാനമില്ലാത്തവന്റെയും ഭ്രഷ്ടനാക്കപ്പെടുന്നവന്റെയും അപമാനിക്കപ്പെടുന്നവന്റെയും അവഗണിക്കപ്പെടുന്നവന്റെയും തിരസ്കരിക്കപ്പെടുന്നവന്റെയും എടുത്തു പറയാൻ ഒരു പേര് പോലും ഇല്ലാത്തവന്റെയും അപകീർത്തിപ്പെടുന്നവന്റെയും ഒക്കെ സ്വപ്നമാണ്. നമ്മുടെയൊക്കെ പ്രത്യാശകളും പ്രതീക്ഷകളും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വിജയങ്ങളും ഒക്കെ ഒരു നിരാശന്റെയും എല്ലാം നഷ്ടപ്പെടുന്നവന്റെയും നിർഭാഗ്യവാന്റെയും പരാജിതന്റെയും സ്വപ്നമാണ്.